ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അണ്ഡാശയ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ സാധാരണ അണ്ഡാശയ ക്യാൻസറിനെ വിശേഷിപ്പിക്കുന്നത് സൈലന്റ് കില്ലർ എന്നാണ്. എന്ന് വെച്ചാൽ തുടക്കത്തിൽ വലിയ സിംറ്റംസ് ഒന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം വ്യാപിച്ചതിന് ശേഷം മാത്രമാണ് രോഗികൾ ഡോക്ടറെ സമീപിക്കാറുള്ളത്. എന്നിരുന്നാലും നമുക്ക് ചെറിയ ചെറിയ സിംറ്റംസ് ചിലപ്പോൾ കാണാറുണ്ട്. അത് നമ്മൾ മിക്കവാറും ഗ്യാസിൻ്റെയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് തെറ്റിദ്ധരിച്ച് സ്വയം ചികിത്സിച്ച് വീട്ടിലിരിക്കുന്നത് മൂലം വളരെ അഡ്വാൻസ് സ്റ്റേജിൽ മാത്രമേ ഡോക്ടറിനെ സമീപിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ സിംറ്റംസ് എന്ന് നോക്കാം. ഒരു സിംറ്റം എന്ന് പറയുന്നതാണ് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, അതായത് വയറ് വീർത്ത് വരുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ വണ്ണക്കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലായ്മ കൊണ്ടോ വയറ് വീർത്ത് വരുന്നതായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ചില സ്ത്രീകളിൽ അത് അണ്ഡാശയ ക്യാൻസർ മൂലമുള്ള ആ ഒരു അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതാണ് ഏർലി സെറ്റൈറ്റി, അതായത് പെട്ടെന്ന് തന്നെ വിശപ്പ് നിൽക്കുക. നമുക്ക് വിശപ്പില്ലായ്മയല്ല, നമുക്ക് സാധാരണ പോലെ വിശപ്പ് തോന്നും. അങ്ങനെ നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞതായിട്ട് തോന്നും. പണ്ട് കഴിച്ചിരുന്ന പോലെ നമുക്ക് ഇപ്പോൾ കഴിക്കാൻ പറ്റണം എന്നില്ല. ഇത് നമ്മുടെ അണ്ഡാശയ ക്യാൻസറിൻ്റെ കട്ടികൾ പോയി ആമാശയത്തിൽ പ്രസ് ചെയ്യുന്നത് മൂലമാണ് അങ്ങനെയൊരു അതായത് പെട്ടെന്ന് വിശപ്പ് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നതാണ്. നമ്മൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും. അത് പക്ഷേ ആ സമയത്ത് നമുക്ക് മൂത്രം ഒഴിക്കുമ്പോൾ വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും തോന്നാറുണ്ട്. ഇത് പക്ഷേ അങ്ങനെ മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദനയൊന്നും കാണാറില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അടിക്കടി മൂത്രം ഒഴിക്കേണ്ടി വരും. അതും ഇതുപോലെ നമ്മുടെ അണ്ഡാശയ ക്യാൻസറിൻ്റെ കട്ടി മൂത്രസഞ്ചിയിൽ പ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊരു സ്ത്രീകൾക്ക് മൂത്രം ഒഴിക്കാൻ അണ്ഡാശയ ക്യാൻസറുള്ള സ്ത്രീകൾക്ക് തോന്നുന്നത്. പിന്നെ ഉള്ള സിംറ്റംസ് എന്ന് പറയുന്നതാണ് നമുക്ക് അടിവയറ്റിലെ വേദന, ബാക്ക് പെയിൻ. പലപ്പോഴും നമ്മൾ ബാക്ക് പെയിൻ ഒക്കെ നമുക്ക് ഡിസ്കിൻ്റെയോ മറ്റു പ്രശ്നങ്ങളുടെയോ മൂലമുള്ള ബാക്ക് പെയിൻ ആയിട്ട് വിചാരിച്ച് ബാക്കി ട്രീറ്റ്മെൻറ്റിന് പോകാറുണ്ട്. ചിലപ്പോൾ അത് നമുക്ക് അണ്ഡാശയ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ഒരു സിംറ്റമാണ് നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, അതായത് ബ്ലോട്ടിംഗ് എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് തോന്നുക. നമ്മൾ സാധാരണ കഴിക്കുന്ന മരുന്ന് കഴിച്ചാലും ആ ബുദ്ധിമുട്ട് മാറാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ പലപ്പോഴായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് തോന്നുക, മരുന്നെടുക്കേണ്ടി വരിക. ഇതെല്ലാം അണ്ഡാശയ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു മാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ബുദ്ധിമുട്ടുകൾ വീണ്ടും വീണ്ടും വരുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക. അവരൊന്ന് പരിശോധിച്ച് വേണ്ടി വന്നാൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും. നമസ്കാരം.